എന്ത് പരിപാടിയും തുടങ്ങുമ്പോൾ നല്ല ആവേശമാണ്. ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇങ്ങനെയാണ് കുത്തി നിറച്ചങ്ങോട്ട് ഇടും. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം കുടുനും കിലുനും സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ മോദകമാണ്, അല്ലെങ്കിൽ കൊഴുക്കട്ടയുടെ വേറൊരു സംഭവം. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുടുനും കിലുനും ഏറെ ഇഷ്ടം. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടായിരിക്കണം ചെറുപ്പം തൊട്ടേ. എന്തായാലും എനിക്ക് പണിയാണ് വൈകുന്നേരം ആയ മിക്കവാറും ദിവസങ്ങളിലും. അതിൽ ഇടയിൽ എനിക്കൊരു കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നത് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അന്ന് കുറച്ച് റിലാക്സേഷനാണ്. ബാക്കി എല്ലാ ദിവസവും നനച്ചതും അതും ഇതും അടയും കുന്തവും കുറച്ചക്കറും ഒക്കെ ആയിട്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പരിപാടികളായതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം കൊഴുക്കട്ട ഉണ്ടാക്കുന്ന കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയിട്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഞാനിത് പോയിട്ട് ഷോപ്പിൽ നിന്ന് മേടിച്ചു കേട്ടോ. ഈ മോദകത്തിൻ്റെ സാധനം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ഞാൻ കൊണ്ടുവന്നപ്പോൾ ദൈവമേ ഇതെങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെയുള്ളൊരു അങ്കലാപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ സിമ്പിളാണ്. നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡല്ലേ, ചെയ്തൊക്കെ തെറ്റും, പിന്നത്തെ വട്ടം റെഡിയാവും. അപ്പോൾ ആദ്യത്തെ വട്ടമൊന്നും എനിക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതിനകത്ത് ആദ്യം എണ്ണ തൂത്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മളതിലേക്ക് മാവ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതേമാതിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് മോദക കുട്ടപ്പന്മാർ റെഡി ആയിട്ട് വരും. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന മോദക കുട്ടപ്പന്മാരാണ്. അപ്പോൾ നമ്മൾ ആവിപാത്രം വെച്ചു, അതിലേക്ക് ഇത് വെച്ച് കൊടുത്തു. ഒത്തിരി ഡേഞ്ചറാണ് ടെൻഡറിൽ ചെമ്പ്, എനിക്കൊന്ന് വേറെ പരിഷ്കരിക്കണം. ഇത് പണ്ട് അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നതാട്ടോ. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയുടെ പുറത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതും അമ്മേനെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കാം. അപ്പോൾ പിന്നെ നൊസ്റ്റാൾജിയ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.